കാര്യം സംസാരിക്കാനുണ്ട്. ആൾക്കാർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം കഴിഞ്ഞ ദിവസം ഒരു ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ CM-നും ഹോം മിനിസ്റ്റർക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ഹോം മിനിസ്റ്റർ ഞങ്ങൾക്ക് അയച്ച ഓർഡറാണിത്. എന്താണ് സാർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഫാദറിന്റെ മരണം അതൊരു മർഡർ ആണെന്നാണ് പരാതി. ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടറെ സ്വാധീനിച്ചുവെന്നും അതുകൊണ്ട് റീപോസ്റ്റ്മോർട്ടം വേണമെന്നുമാണ്. എന്നതാ മോനെ? എന്നാ അച്ഛന്റെ ബോഡി അവർക്ക് ഒന്നുകൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന്. അച്ഛന്റെ ശവം കുഴിയിൽ നിന്ന് മാന്തിയെടുക്കാൻ മന്ത്രിയുടെ ഓർഡർ ഉണ്ടെന്ന്. എന്നാത്തിന്? ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. കുഴി മാന്താനോ? പോകൃതരം പറഞ്ഞ് മുറ്റത്ത് കാല് കുത്തിയ നിന്റെ മുട്ടുകാലി വിടടാ എന്നെ. മര്യാദയ്ക്കോട് ഇറങ്ങി പോകാൻ പറഞ്ഞു, അല്ല എന്റെ തനി സ്വഭാവന്മാരറിയും. കുഴി മാന്തണമെന്നോ? വെട്ടിമുറിച്ച് തയ്ച്ചു കൂട്ടിയല്ലേ എന്റെ മോനെ നിങ്ങൾ തന്നത്. ഇനി ഞാൻ സമ്മതിക്കത്തില്ല. ഇല്ല, ഇനി ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ലെന്ന് പറ മോനെ. സാർ, അച്ഛന്റെ മരണത്തിന്റെ ഷോക്കിന് ഇതുവരെ ആരും മാറിയിട്ടില്ല. സാർ, ഏത് വഴിക്കെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ? കൊച്ചുകുഞ്ഞ്, ഇത് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. ഇതൊരു മാസിന്റെ ആവശ്യമാണ്. കൊച്ചുഞ്ഞ്, എന്റെ മോൻ വാസുകുട്ടന്റെ പട്ടട മാന്തരുന്ന പറ പോലെ. മാന്തട്ടെ വലിച്ച, ധൈര്യമുള്ളവർ മാന്തട്ടെ. മാന്തി വലിച്ച് പുറത്തിട്ട് കീറി ഒന്നുകൂടെ പരിശോധിക്കുക. പക്ഷേ ഒരു കാര്യം, ഈ പരിശോധന കഴിഞ്ഞും അച്ഛൻ ആത്മഹത്യ ചെയ്തതല്ല എന്നൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ല എങ്കിൽ ആ പട്ടട തൊണ്ടൻ ആദ്യം തൂമ്പാടുക്കുന്നവരുടെ കൈ ഞാൻ വെട്ടും. തൂങ്ങി വരച്ച പാവം തച്ചിലെടുത്ത വാസുകുട്ടൻ നായർ എന്റെ അച്ഛനാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അതിന് ധൈര്യമുള്ളവർ ആരെങ്കിലും കൂടെ വെട്ട്. സത്യത്തിൽ പുതിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത് വരെ കൊച്ചുകുഞ്ഞിന് സംശയമായിരുന്നു അവന്റെ അച്ഛൻ തൂങ്ങിച്ചതാണോ എന്ന്. എടോ, തന്നെ ഞാനിപ്പോ സമ്മതിച്ചത്. എടോ കുറുപ്പേ, ഞാനൊന്ന് ഇവനെ കൊണ്ട് വിട്ടിട്ട് വരാം. കറിയട്ടെ. സൂക്ഷിച്ചു. പിന്നെ അമ്പലക്കട വഴി പോയാ മതി, അതാ എളുപ്പം. ഉത്തമോ, ഒന്ന് സൂക്ഷിച്ചോണേ. എടോ, താൻ വേണ്ടാത്തോന്ന് പറഞ്ഞ് മനുഷ്യനെ വരട്ടാതിരി. എങ്കിൽ രാത്രി യാത്രയില്ല. എന്നതാ, എന്നാ വേണം? എവിടാ ഉത്തമൻ? എവിടാ ഉത്തമൻ? ഉത്തമൻ എവിടെ? പറയാം.
ഈശ്വര്യമ്മ പേഷ്യന്റ് ആയിരുന്നു. അത് ബോഡി കൊണ്ടുപോയല്ലോ. വൈകിട്ട് 6 മണിക്കായിരുന്നു. കൊച്ചുഞ്ഞിനെ കാക്കണം. വരികയാണെങ്കിൽ 11 മണിക്ക് എത്താന്നാ പ്രഹ്ലാദന്റെ കടയില് കമലാസനം വിളിച്ച് പറഞ്ഞത്. മണി 12:30 ഒരു മഴയ്ക്കുള്ള കോളുമുണ്ട്. കർമ്മം തുടങ്ങിയാലോ? മാമ്പഴക്കരയെന്ന് പങ്കജത്തിന്റെ മോൻ വന്നിട്ടുണ്ട്. അവനെ കൊണ്ട് ചെയ്യിച്ചാലോന്നാ കരയോക്കാര് പറയണത്. വേണ്ട, പിന്നെ ഞാൻ ചെയ്യാം. അയ്യോ കൊച്ചേട്ട, അത് അങ്ങനെ ഒരു പതിവ്. മോള് എനിക്ക് ഒത്തിരി വെച്ചൊളമി തന്നോളല്ലേ. ഒക്കെ വായിക്കരുത്, ഞാനിടാം. അത് ആ കരയോഗം സെക്രട്ടറിയോട് ഞാൻ സംസാരിച്ചു. മൂത്തവര് അത് അച്ഛൻ മക്കൾക്ക് വിരിയുന്ന ഏർപ്പാട് നമ്മുടെ സമുദായത്തിൽ. കുഴിച്ചിട്ട് ശവം മാന്തി എടുക്കുന്ന ഏത് സമുദായത്തിന്റെ നിയമമാ? അന്ന് താനും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. മിസ്റ്റർ കൊച്ചുവിന് യു ആർ അണ്ടർ അറസ്റ്റ്. മരിച്ചു കിടക്കുന്ന എന്റെ അമ്മയോടുള്ള അവസാന കടമ ചെയ്യാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ ചെയ്യാം. പറ്റില്ല. പറ്റും. അമ്മയ്ക്ക് പിണ്ടം വയ്ക്കാതെ നീ എന്റെ ദേഹത്ത് തൊടില്ല. തൊട്ടാൽ ബലി മുടക്കി നീ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഈ പോക്കിൽ നീ എന്നെ കൊല്ലണം. ജീവന്റെ ഒരു തരി ബാക്കി വെച്ച് നീ എന്നെ പുറത്ത് വിട്ടാൽ നിന്റെ അടുത്ത പകല് ഞാൻ കാണിക്കില്ല. അറിയാലോ, എനിക്കിനി ഒന്നും നോക്കാനില്ല. ഒന്നും. ശരി, അനുവദിച്ചിരിക്കുന്നു. പക്ഷെ കയ്യിൽ ഈ വിലങ്ങിടും.